RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന കോപ്പ ഡെൽ റെൽ സെമി ഫൈനൽ സെക്കൻഡ് ലെഗ് മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ ബാഴ്സലോണ 3-0 വിജയിച്ചെങ്കിലും കോപ്പ ഡെൽ റെൽ സെമി ഫൈനലിൽ പുറത്തായിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് മുന്നിൽ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ 4-0 വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയത്. അന്ന് ഒരു ഗോളിന്റെ കുബാർസി അടിച്ച ഗോളിന്റെ കാര്യം 8 മിനിറ്റ് വാറെടുത്ത് ചെക്ക് ചെയ്തിട്ട് ഓഫ് സൈഡ് വിധിച്ച ഒരു കാര്യമൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചുരുങ്ങിയത് 6 ഗോളെങ്കിലും അടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ടീം പെർഫെക്റ്റ് ആയിട്ട് എല്ലാ പ്ലേയേഴ്സും 100% എടുത്താണ് കളിച്ചത്. ചില കളിക്കാർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർ മിലാനോട് ഏറ്റ പരാജയത്തിന്റെ അനുസ്മരിപ്പിക്കുന്ന ഒരു പുറത്താകലിനെയാണ്. അവിടെ പരാജയപ്പെട്ട പുറത്തായത്, പക്ഷെ ഇവിടെ വിജയിച്ചിട്ട് പുറത്തായത് എന്നുള്ള കാര്യമാണ്. 2 ലെഗ് മത്സരങ്ങളുള്ള മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 4-0 അന്ന് റഫീനിയും പെട്രൊന്നും ഇല്ലാതെയാണ് ഈ 4-0 സ്കോർ വഴങ്ങിയിട്ട് അവര് അവിടെ നിന്ന് വന്നത്. അപ്പോൾ സെക്കൻഡ് ലെഗിൽ ഒരു കംബാക്ക് പാരീസിനോടും ഇതേപോലെ മുൻപ് അത്ലറ്റിക്കോ മാഡ്രിഡ് കോപ്പ ഡെൽ റേയിലൊക്കെ കംബാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ ഒരു കംബാക്ക്, പാരീസിന്റെ കംബാക്കിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കംബാക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് എല്ലാ ബാഴ്സ ആരാധകരെ പോലെ ഞാനും കളി കാണാമായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 3-4 ഗോൾ അടിക്കാൻ കഴിയും, പക്ഷെ ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ള കാര്യമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കിങ്ങും സാധാ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ തന്നെയാണ് ഇറക്കിയത്. അതിൽ നോക്കുമ്പോൾ പക്ഷേ അവര് സ്ട്രൈക്കർമാരെ ആയിക്കോട്ടെ വിങ്ങർമാരെയൊക്കെ എല്ലാവരും ഡിഫൻസിൽ യൂസ് ചെയ്തിട്ടാണ് സിമിയോണിയുടെ ഒരു ടാക്ടിക്സ്. അതിൽ പെട്ടുപോവാതിരുന്നത് മൂസെ എന്ന് പറയുന്ന അർജന്റീനക്കാരനായ ഗോൾ കീപ്പറാണ്. ഇമാതിരി പെർഫോമൻസ് ചങ്ങായി പുൾ ഓഫ് ചെയ്ത് ചങ്ങായി അവിടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ വേറെ ഒബ്ലാക്ക് ആയിരുന്നെങ്കിൽ കൂടി ചിലപ്പോൾ ഇതിൽ 2 ഗോളെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഡബിൾ സേവുകളൊക്കെ നടത്തിയിട്ടാണ് ചങ്ങായി അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ രക്ഷിച്ചെന്ന് പറയാൻ പറ്റും. ഡിഫൻസ് ഒരു സൈഡ് സിമിയോണിയുടെ പിള്ളേര് ബസ്സും കാറും ലോറിയും അതേപോലെ വെക്കാൻ പറ്റുന്ന എല്ലാം വെച്ച് പാർക്ക് ചെയ്ത് നോക്കി. അപ്പോഴും യമാലിന്റെ ഈ വിങ്ങുകളിലൂടെയുള്ള കടന്നു കയറ്റും, അത് പെനാൽറ്റി ബോക്സിൽ എത്തുന്നു, പെനാൽറ്റി ബോക്സിൽ നിന്ന് ക്രോസുകൾ തുരുതുരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവിടെ ആ ക്രോസിനെ ഒന്ന് തലവെച്ച് ഹെഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗോളാക്കാൻ വേണ്ടി ഒരു ടോപ്പ് സ്ട്രൈക്കർ, നമ്പർ 9 പൊസിഷനിൽ ഒരു സ്ട്രൈക്കർ ഇല്ലാത്തത് ഇന്നലെ ശരിക്കും ബാഴ്സ അറിഞ്ഞു. ബാഴ്സ സ്കോഡിനെ കുറിച്ച് ഈ കോച്ചിനെ ഒന്നും കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല, പക്ഷെ കോച്ചിന്റെ ഇന്നലെ എടുത്തൊരു തീരുമാനത്തിൽ എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല. അതേപോലെ കളി ഇന്നലെ മുതലേ സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ലെവൽ എന്നൊക്കെ പ്രതീക്ഷിച്ച് എല്ലാവരും ഇരിക്കുമ്പോൾ നോർമൽ ആയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ തന്നെയാണ്. അറ്റാക്കിംഗ് നോക്കി കഴിഞ്ഞാൽ സ്ട്രൈക്കറായിട്ട് ഫെറാൻ ടോറസ്, ലെഫ്റ്റും റൈറ്റും വിങ്ങുകളിൽ യമാലും റഫീനിയും, മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ പെഡ്രിയും ഫെർമിനും അതേപോലെ തന്നെ ബെർണാലും, ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാൽ കുണ്ടയും കാൻസലോയും അതേപോലെ തന്നെ കുബാർസിയും ജെറാർഡ് മാർട്ടിനും. വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. എന്താ പറഞ്ഞാൽ എറിഗ്രാസിയക്ക് പരുക്കാണ്, പിന്നെ അറൗഹോ എന്തായാലും ബിഗ് മാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഡൗട്ടാണ്. അങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കിയത്. അതില് എന്നെ കുഴപ്പിച്ചൊരു ചോദ്യം ചോദിച്ചാൽ 7 മത്സരങ്ങളായ ഒരു അസിസ്റ്റും ഗോളും അടിക്കാത്തൊരു ചങ്ങാതിനെ എന്ത് തേങ്ങയ്ക്കാണ് ഈ ഹൻസി ഫ്ലിക്ക് ഇന്നലെ സ്റ്റാർട്ടിങ്ങിൽ അവർ ഉൾപ്പെടുത്തിയെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഇവിടെ ഗോൾ അടിക്കണ്ട, അസിസ്റ്റ് കൊടുക്കണ്ട, ഒരു ബോൾ പൊസിഷൻ വിന്നിയാനുള്ള കഴിവില്ല ഈ ചങ്ങായിക്ക്. ആ ബെർണാല് പറയുന്ന ചെക്കൻ, ഒരു ചെറിയ പയ്യൻ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 5 മത്സരങ്ങളായിട്ടുള്ള 4 ഗോളുകൾ അടിച്ച ചങ്ങായി ഇന്നലത്തെ മത്സരത്തിൽ 2 ഗോളുകൾ അടിച്ചിരിക്കട്ടോ. അതും ഫെറാന്റെ ഒരു പൊസിഷനിലേക്കാണ് വിൻ ചെയ്ത്. ആ ബോൾ ഫസ്റ്റ് ഗോളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു സ്ട്രൈക്കർ എന്നത് DMF ആണ്, ഡിഫൻഡീവ് മിഡ്ഫീൽഡറാണ് ഈ ചങ്ങായി റോള് കളിക്കുന്നത്. ഇന്നലെ പെട്രയുടെ കൂടെ ആ ചങ്ങായിയാണ് വന്ന് 2 ഗോൾ സ്കോർ ചെയ്ത് ആലോചിക്കണം. അത് ഒരു പെട്രിയുടെ ഒരു യമാലിന്റെ ഒരു അസിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ബോള് റിസീവ് ചെയ്യുന്നതും അത് കൺവേർട്ട് ചെയ്ത് ഗോൾ ആക്കുന്നതൊക്കെ കാണണം. എനിക്ക് ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഫെർമിന്റെ ഷോട്ട് ക്രോസ് ബാർ തട്ടി പോയപ്പോൾ തന്നെ ഇന്ന് പണി കിട്ടുന്ന വെച്ചു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിക്ക് കളി മെനഞ്ഞുകൊണ്ടിരുന്നു. 2 ഗോളിൽ ലീഡ് ചെയ്യാണ്. ഫസ്റ്റ് ബെർണാലിലൂടെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു. അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്തായിരുന്നു കിഡിലൻ ഒരു പെനാൽറ്റി, പെഡ്രിയെ ബോൾ വിൻ ചെയ്ത് പോകുന്ന സമയത്ത് പെനാൽറ്റി ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതിന് കിഡിലൻ പെനാൽറ്റിയിലൂടെ റഫീനിയ ഗോള് സ്കോർ ചെയ്യുന്നത്. 2-0 നിൽക്കുകയാണ് ഫസ്റ്റ് ഹാഫിൽ. അപ്പൊ എന്തായാലും സെക്കൻഡ് ഹാഫിൽ റമോണ്ടാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഫെറാന്റെ പ്രകടനം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ പ്ലേയേഴ്സും അതിൽ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ 10-ാം മിനിറ്റ് ആകുമ്പോഴേക്കും കുണ്ടയ്ക്ക് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നു. അവിടെ ഫസ്റ്റ് ഒരു പണി കിട്ടിയത് പകരക്കാരനായിട്ട് ബാൽഡെയാണ്. ബാൽഡെ വന്നോട് വിട്ടിട്ട് ക്യാൻസലോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറി.
ലെഫ്റ്റ് വിങ്ങിൽ ബാൽഡയും കളിക്കാൻ തുടങ്ങി. പക്ഷെ ബാൽഡയുടെ ഈ സീസണിൽ കളി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് ചങ്ങായി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെന്ന്. കഴിഞ്ഞ സീസണിന്റെ ഒരു പാതി എഫേർട്ടോ അല്ലെങ്കിൽ പാതി കളിയോ ചങ്ങായി കളിച്ചിട്ടില്ല ഈ സീസണിൽ. കുണ്ടയുടെ കാര്യം പിന്നെയും ഓക്കെയാണ്, ഒരു കളി മോശമായി കഴിഞ്ഞാൽ അടുത്ത കളി ഇത് എല്ലാ നിലവാരത്തിലും ആ പെനാൽറ്റി ബോക്സ് വരെ കൊണ്ടുപോകും, ആ കോർണർ ഫ്ലാഗിന്റെ അതുവരെ കൊണ്ടുപോയി ബോൾ റിട്ടേൺ കൊടുക്കും, തിരിച്ചു വരും. ഇത് തന്നെയാണ്, അല്ലാതെ ഉള്ളിലേക്ക് ട്രിപ്പിൾ ചെയ്യാനോ അതേപോലെ കടന്നാക്രമിക്കാനോ ഒന്നുമില്ല. അങ്ങനെ ക്യാൻസൽ വന്ന് ക്യാൻസൽ ആ വിങ്ങിൽ തുടങ്ങി. യമാലായിട്ടുള്ള ആ ഒരു കോംബോ ക്യാൻസലിലേക്ക് അത്രത്തോളം കുറെ ചാൻസുകൾ ക്രിയേറ്റ്. ക്യാൻസലിന്റെ മാസ്റ്റർ ക്ലാസ് മാച്ചാന്ന് അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ യമാലായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, കൊണ്ടയും യമാലും തമ്മിലുള്ള അതേപോലെ ഒരു വർക്കൗട്ട് എന്താ പറഞ്ഞാൽ കളിക്കാത്തതുകൊണ്ടാണ് കുറച്ച് കളിയായിട്ടുള്ള വന്നിട്ട്. ക്യാൻസലിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നു, കുറച്ച് കളികൾ തുടങ്ങി, സ്റ്റാർട്ടിങ് 1-2 മത്സരങ്ങൾ കാലിടങ്ങി. പക്ഷെ അവസാനത്തെ 3-4 മത്സരങ്ങൾ കിടിലം പെർഫോമൻസ് ചങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിന് പിരിയാണ്. അതില് അറ്റ്ലാന്റിക് വേണ്ടി കിടിലം 2 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രേസ്മാന് നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് ക്രോസ് ബാർ തട്ടി പോകുന്നുണ്ട്, ഒന്ന് ഓഫ് സൈഡ് ആവുന്നുണ്ട്. അങ്ങനെ കിടിലം ചാൻസ് കിട്ടിയിട്ട് കളി എന്തായാലും കംബാക്ക് അടിക്കുന്നുള്ള ആ ഒരു 4 ഗോള് വരുന്നുള്ള സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ മതിയല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കളി. ആ സമയത്താണ് 68-ാം മിനിറ്റിൽ വീണ്ടും ബാൽഡേക്കും പരിക്ക്. എനിക്ക് തോന്നുന്നു ബാൽഡെ പരിക്ക് ഇനിയിപ്പോ അത്രത്തോളം സീരിയസ് ആണെന്ന് അറിയില്ല. എന്താ പറഞ്ഞാൽ ആൾക്ക് ഗ്രൗണ്ടിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആകെ പ്രൊസഷനാണ്. ആൾക്ക് ബോൾ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, പാസ് കൊടുക്കാൻ പറ്റുന്നില്ല, ട്രിപ്പിൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുമാതിരി ഉള്ള പ്രശ്നങ്ങൾ. അത് പരിക്കൊണ്ടാണോ അതോ ആളുടെ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ മോശമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുന്ന സമയത്താണ് അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഫെരാന് പകരം റാഷ്ഫോർഡ് അതേപോലെ ഫെർമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ബാൽഡേക്ക് പകരം അറോഹോ ഗ്രൗണ്ട് വരണം, ഓൽമോ ഗ്രൗണ്ട് വരണം. പിന്നെ കളിയും നിയന്ത്രണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിമിയോണിക്ക് ഒരു പരിക്ക് വരുന്നത്. ആ പരിക്കിന് ശേഷം എനിക്ക് തോന്നുന്നു അതുവരെ ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബാഴ്സ ഇങ്ങനെ ആ ഒരു പദത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ നല്ല ഉൾക്കൊണ്ടിട്ട് ആ കളി മെനഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒന്ന് ഫുള്ളായിട്ട് ഒരു 2-3 മിനിറ്റ് കളി അങ്ങോട്ട് നിന്നപ്പോൾ സ്റ്റോപ്പായപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഡൗൺ ആയ പോലെ. പിന്നെ ബോൾ വിൻ ചെയ്യുന്നവർ അതേപോലെ ബോള് പാസ് മിസ്സുകൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ പെഡ്രിയെ അൻസിബിൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെഡ്രിയുടെ ഒരു എന്താ പറഞ്ഞാല് ആൾ ഫുൾ ഇട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് വേണ്ട കളി കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കളിക്കാൻ തുടങ്ങി. പക്ഷെ പെഡ്രിയിൽ നിന്ന് അവസാനമായപ്പോൾ ബോൾ മിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 94 മിനിറ്റ് 90+6 മിനിറ്റ് അതിന്റെ ഇടയിൽ കിടിലൻ ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂസ എന്ന് പറയുന്ന ഗോൾ കീപ്പറുടെ കിടിലൻ സേവുകൾക്ക് മുന്നിൽ യമാലിന്റെ ഒരു സൈഡ് അതേപോലെ തന്നെ റാഷ്ഫോർഡ് ഇറങ്ങി റാഷ്ഫോർഡിന്റെ ഭാഗത്തു നിന്നൊക്കെ കളിയൊക്കെ മെനഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാൽഡയുടെ ആ ഒരൊറ്റ കുണ്ടയുടെയും ബാൽഡയുടെ ആ പരിക്ക്, കുണ്ടയുടെ ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ 10 മിനിറ്റ് തന്നെ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ 2 ഡിഫൻഡിലേക്കായി മിഡ്ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി കഴിച്ച സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ല. എന്താ ചെയ്യുക? നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉള്ളൂ സാധനങ്ങൾ, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഇത് തന്നെയാണ്. എറിഗ്രാസി ഉണ്ടായിരുന്നു ശരിക്കും ഈ ചങ്ങയാണ് ഇന്നത്തെ കളിയിൽ ശരിക്കും മിസ് ചെയ്തത്. ആളുണ്ടായിരുന്ന ഡിഫൻസ് ആയിക്കോട്ടെ ഡിഫൻസ്, മിഡ്ഫീൽഡിംഗ് ബാക്സ്, വിങ്ങർ ബാക്ക്, എന്താണെങ്കിലും ഏത് പൊസിഷൻ ആണെങ്കിലും കളിക്കാൻ റെഡിയാണ് ആള്. അങ്ങനെ ഒരാൾക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തിരിക്കേണ്ടി വന്നതിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. അങ്ങനെ 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അറ്റ്ലാന്റിക്ക് വേണ്ടിയിട്ട് കോപ്പ ഡെൽ സെമി ഫൈനലിൽ കടന്ന് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. 13 വർഷമായി അവരൊരു ഫൈനലിൽ എത്തിയിട്ട് ഇനി ചില ഫൈനലിൽ കൊണ്ട് ചങ്ങായിമാർ കലട്ടോടിക്കും. ഇത്രയും നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ട് കളിച്ചിട്ട് ബാഴ്സലോണയിൽ പുറത്താക്കി ഫൈനലിൽ ചിലപ്പോൾ കലോടയ്ക്കും എന്നുള്ള ചാൻസുകളും വളരെ വലുതാണ്. എന്താ പറയുന്നത് സിമിയോണിയുടെ അറ്റ്ലാന്റിക്ക് വേണ്ടിയിട്ടാണ്. ഇന്നലത്തെ കളി തന്നെ ആത്മഹത്യപരമാണ്. ഇന്നലത്തെ കളിയിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. 3 ഗോളുകൾ വീണു, 20 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു ഒരു ഗോൾ അടിക്കാൻ വേണ്ടി. പക്ഷെ ബാഴ്സലോണയ്ക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ്. 20+6 മിനിറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് ഡൊമൻറ്റോടെ ഉറപ്പാണ് 4 ഗോൾ ആവും, എക്സ്ട്രാ ടൈമിലേക്ക് പോകും, എക്സ്ട്രാ ടൈമിൽ എന്ന് സംഭവിച്ചോട്ടെ. പക്ഷെ ആ 4 ഗോൾ ആവുന്നുള്ള പ്രതീക്ഷയായിരുന്നു കളി കണ്ടുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫില് ബാഴ്സ ഡിഫൻസിന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് ലുക്മാനാണ്. ലുക്മാനെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അവർക്ക് വേണ്ടി കിടിലൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ കിടിലൻ ഗോൾ അവസരങ്ങൾ ഉണ്ടാക്കിയാണ്. ആ ചകയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സിമിയോണിയുടെ കാര്യം എന്തായാലും മനസ്സിലായി. പിന്നെ സർലൗത്തിനെയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറക്കുന്നുണ്ടുള്ള കാര്യമൊക്കെ ചെയ്തു. പക്ഷെ ആളുടെ ഒരു മെയിൻ എന്താന്ന് പറഞ്ഞാൽ ഈ 4 ഗോൾ ഡിഫെൻഡ് ചെയ്ത് ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആൾക്ക് ജയിക്കാൻ പറ്റി. ഇനി ഫൈനലിൽ എന്ത് കാണിക്കുന്ന അറിയാൻ പറ്റില്ല. വളരെ സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു മുഹൂർത്തം ഇന്നലെ കടന്നുപോയത്. എന്താ പറഞ്ഞാൽ ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താ പറയുക, അവർക്ക് നല്ലൊരു സമ്മാനം അല്ലെങ്കിൽ നല്ലൊരു വിരുന്ന് ഒരുക്കിയിട്ട് തന്നെയാണ് ബാഴ്സലോണ കളം വിട്ടത്. കഴിഞ്ഞ സീസണിലാണ് ഇങ്ങനെ പെഡ്രിയും അതുപോലെ ജെറാർഡ് മാർട്ടിനും അതേപോലെ തന്നെ റഫീനി എല്ലാവരും കരഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് വിട്ടത് ഇന്റർ മിലാനായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ പരാജയത്തിനേറ്റാണ്. യമാലൊക്കെ കളി കഴിഞ്ഞതും ഉള്ളിലോട്ട് സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. എന്താ പറഞ്ഞാല് അത്രയും എഫേർട്ട് എടുത്ത് കളിച്ചിട്ടും ആ ഒരു 3 ഗോൾ അടിച്ച് വിജയിച്ച് ക്യാമ്പിനോട് സ്വന്തം കാണികൾക്ക് മുന്നിൽ വിജയിച്ച് എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും ആ ഒരു ഫസ്റ്റ് ലെഗിൽ വഴങ്ങിയ ഒരു 4 ഗോളാണ്. അതിൽ എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ ആ ഗോൾ ഒന്ന് ഡിസ്ക്വാളിഫൈ ആയത്. പിന്നെ
നമ്മുടെ ജോൺ ഗാസിയുടെ ആ ഗോൾ കീപ്പറുടെ ഒരു മിസ് അതിൽ നിന്നാണ് തുടങ്ങിയത് മൊത്തത്തിൽ. എന്താ പറഞ്ഞാൽ നമുക്കന്ന് റഫീനി ഇല്ല, പെഡ്രില്ല, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. സ്കോഡ് ഡെപ്ത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു വകുപ്പിലാണ് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കളിക്കുമ്പോൾ അന്ന് കുറച്ച് ഒരു ഗോൾ വഴങ്ങുന്നതിൽ ഒരു കുറവ് കാണിച്ചിരുന്നെങ്കിൽ 2 ഗോളോ 3 ഗോളൊക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 4-1 ആയിരുന്നെങ്കിൽ കൂടെ ഇന്ന് കഴിച്ചിട്ടുണ്ടാവും. എന്തായാലും പറഞ്ഞൊരു കാര്യമില്ല. നല്ലൊരു കളി ബാഴ്സ ആരാധകർക്ക് വേണ്ടി സമ്മാനിച്ചതിന് ബാഴ്സ ഫാൻസ് എന്ന നിലയിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആ കളി കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയാണ് 4-0 ഒരു മത്സരം കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ സെക്കൻഡ് ലെഗിൽ വരികയാണ്. അപ്പൊ 4 ഗോൾ 5 ഗോൾ അടിച്ചിട്ട് വേണം അടുത്ത ഫൈനലിൽ കയറാൻ. അപ്പോൾ കിട്ടിയാൽ ഓക്കെ വന്നിട്ട് ഇരുന്ന കളിയാണ്. പക്ഷെ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പോൾ ഓരോ പ്ലെയേഴ്സ് പെഡ്രി ആയിക്കോട്ടെ, നമ്മുടെ ഫെർമിൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഡിഫൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ഷീറ്റാണ് നേടിയിരിക്കുന്നത്. അതിന് മാത്രം അവസരങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കിടിലൻ കൗണ്ടറുകളൊക്കെ അറ്റ്ലറ്റിക് മഡ്രിഡിന്റെ ഭാഗത്തുണ്ടായിരുന്നു. 1-2 ചാൻസുകൾ നമ്മുടെ ഗ്രേസ്മാനൊക്കെ ക്ലിയർ ആയിട്ട് ഗോൾ ആക്കേണ്ട ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ ഡിഫൻസിൽ അടുത്തിരുന്ന് അടിപൊളി കളിയാണ് കളിച്ചില്ല എന്ന് പറയുന്നില്ല. എല്ലാവരും 100% എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഫെറാൻഡോ ടോറസിന്റെ ഒറ്റ കാര്യം മാത്രമാണ്, ലെവൻഡോസ്കി അവിടെ ഓപ്ഷനിലില്ല. ലെവൻഡോസ്കി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഇതിനേക്കാളും ബെറ്റർ പെർഫോമൻസ്. ലെവൻഡോസ്കിക്ക് പരുക്കാണ്, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഫെറാൻ അല്ലാതെ വേറെ ഓപ്ഷനില്ല എനിക്ക്. എന്നാലും ആ ഫെറാൻ ഒഴിവാക്കിയിട്ട് ഓൽമോയോ അതല്ലെങ്കിൽ ഫെർമിനെയോ ആ ഫാസ്റ്റ് ലൈനിൽ കളിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു. ഈ സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോൾ തന്നെ എന്റെ മൈൻഡിൽ നിന്ന് കളിയുടെ ഒരു ഇൻട്രസ്റ്റ് പകുതി പോയിട്ട്. പക്ഷെ കളി തുടങ്ങിയിട്ട് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ബാഴ്സയുടെ ഭാഗത്ത്. ഫുൾ പ്രസ്സിങ്ങും അതേപോലെ അറ്റാക്കും അതേപോലെ ഭയങ്കരമായിട്ട് ആ ഒരു മിഡ്ഫീൽഡിലായിക്കോട്ടെ, ബോൾ റിക്കവർ ചെയ്യുന്നതായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, എല്ലാ ഭാഗത്തും അടിപൊളിയായിട്ട് കളിച്ചപ്പോൾ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ എത്തിക്കുക. സെക്കൻഡ് ഹാഫിലും എന്നിട്ട് 20 മിനിറ്റ് ആ ഫെറാൻ ടോറസിനെ കളിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. അതിന് മുമ്പെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴെങ്കിലും ആ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരായിരുന്നു എന്ന് തോന്നല്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ അവസാനത്തെ 20 മിനിറ്റ് വെറും മോശമായിരുന്നു കളി. അതിൽ പറഞ്ഞാൽ കുറെ മിസ് പാസുകൾ ഉണ്ടായത്, പെട്ടയുടെ ഭാഗത്തടക്കം മിസ് പാസുകൾ ഉണ്ടായിരുന്നു. എമാലിന്റെ ഒരുപാട് ക്രിയേഷൻസ്. അവിടെ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ, ചെർലോത്തിനെയോ അല്ലെങ്കിൽ യൂലിയാനോസിനെ പോലെ ഒരാൾ ചങ്ങ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഗോളുകൾ ഇന്ന് 6-7 വാങ്ങിച്ചിട്ടുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതേ വിധിച്ചുള്ള ആ ഒരു കോർണർ കിക്കിലൊക്കെ ഫെറാൻ ടോറസ് അടിച്ചു കളഞ്ഞ ഗോൾ ഉണ്ടല്ലോ, എഫർട്ടേക്ക് നോക്കിയിട്ട് എന്താ അടിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഈ ചങ്ങയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഫുള്ളായിട്ട് എടുക്കൂല. ആ പ്രസ്സിങ്ങിനായിക്കോട്ടെ, ഗ്രൗണ്ടിൽ നിന്ന് കിടന്ന് ഓടിക്കളിക്കുന്നില്ലാതെ വേറെ ഒന്നും നടക്കൂല. അങ്ങനെ കളി കഴിഞ്ഞു, സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതാ ഇപ്പൊ എണീറ്റ് പുലർച്ചയ്ക്കാണ് വീട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഫീനയുടെ ഫോം ഔട്ടാണ്. റഫീന ഇപ്പൊ 1-2-3 മത്സരങ്ങളായിട്ട് ഗോളും അസിസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് പുറകിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ആൾക്കൊരു എനർജി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്നത്തെ കളിയിലും. ആൾക്കൊരു ടയർഡ്നെസ് ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അവസാന കളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് അല്ലെങ്കിൽ 60 മിനിറ്റ് അല്ലെങ്കിൽ 70 മിനിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇതാണ് അൻസിഫ്ലിക്ക് കൊടുക്കുന്ന പരിക്ക് മാറിയ ശേഷം. അപ്പോൾ ആളുടെയും ഫുൾ ആൻഡ് ഫുൾ എടുത്തിട്ടില്ല എന്നുള്ള ഒരു എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അത് എത്രമാത്രം ശരിയാണെന്ന് എന്റെ കാഴ്ചപ്പാടിലാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പോയി കഴിഞ്ഞാൽ 17 ഷോട്ടുകളാണ് ബാഴ്സലോണ എടുത്തിട്ടുള്ളത്. അതിൽ 8 എണ്ണം മോണ്ടാർജറ്റിലേക്ക് ആയപ്പോൾ അറ്റ്ലറ്റിക്കോ മഡ്രിഡ് 7 ഷോട്ടുകൾ മാത്രം എടുത്തുള്ളൂ. അതിൽ 2 എണ്ണം മാത്രം മോണ്ടാർജറ്റിലേക്ക് വന്നിട്ടുള്ളൂ. 70% ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു. അറ്റ്ലറ്റിക്കോ മഡ്രിഡിനെ പോലെ ടീമിന്റെ അടുത്ത് 70% ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു. അറ്റ്ലറ്റിക്കോ മഡ്രിഡിക്ക് 30% മാത്രമാണ് ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നത്. 649 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 266 പാസുകൾ മാത്രമേ അറ്റ്ലറ്റിക് മഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 90% പാസിംഗെ കുറിച്ച് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 78% പാസിംഗെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. 8 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 6 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഴ്സയ്ക്ക് 3 യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ അറ്റ്ലറ്റിക് മഡ്രിഡിന് 1 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. 3 ഓഫ് സൈഡ് വിൻ ചെയ്തപ്പോൾ അവിടെ 4 ഓഫ് സൈഡ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ 15 കോർണേഴ്സ് ബാഴ്സലോണ വിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് കോർണേഴ്സിൽ ഇപ്പോഴും ഗോൾ അടിക്കാനുള്ള പ്രശ്നം ബാഴ്സയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യമാണ്. കോർണേഴ്സ് ഡയറക്റ്റ് സെറ്റ് പീസ് ഗോളുകളിലേക്ക് ബാഴ്സയ്ക്ക് അതൊരു പോരായ്മ തന്നെയാണ്. അത് ഇതുവരെ ക്ലിയർ ചെയ്യാനും പറ്റിയിട്ടില്ല. എറിഗാസി ഉണ്ടെങ്കിൽ തോന്നിപ്പോയി ആ ഒരു കോർണർ എടുക്കുന്ന സമയങ്ങളിലൊക്കെ ചങ്ങായി കോർണേഴ്സിൽ ഇത്തിരിയെങ്കിലും വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ചങ്ങായിയാണ്. അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ബാഴ്സയ്ക്ക് ഇനി മുന്നിലുള്ളത് ചാമ്പ്യൻസ് ലീഗും അതേപോലെ തന്നെ ലാ ലീഗിന്റെ ടൈറ്റിലാണ്. ലാ ലീഗിൽ ഇപ്പോൾ റയൽ മഡ്രിഡിനെക്കാളും 4 പോയിന്റ് ലീഡിലുണ്ട്. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ അടുത്തത് ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് മത്സരം വരാൻ പോകുന്നത് റൗണ്ട് ഓഫ് 16. അപ്പൊ എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് പോകാൻ, ഇനിയിപ്പോ ഇത് രണ്ടിലും കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും ഈ സീസണിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ ലാ ലീഗ് എന്തായാലും ഏകദേശം അടിക്കുന്നുള്ള കാര്യം. ഇനി 10-12 മത്സരങ്ങളെ ബാക്കിയുള്ളൂ. ഏകദേശം എൽ ക്ലാസിക്കോ വരാണ്ട്, അറ്റ്ലറ്റിക്കോ മഡ്രിഡ് മത്സരങ്ങൾ വരാണ്ട്, 2 ടീമിനും റയലിനും ബാഴ്സയ്ക്കും വരാണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.